ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഇതുവരെ നീറ്റിന് അപ്ലൈ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം അഥവാ ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു നീറ്റ് എക്സാമിന്റെ അപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ മാസം 8-ാം തീയതി രാത്രി 11:50 വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളത് നോക്കാം. ആദ്യം വേണ്ടത് ആധാർ കാർഡാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വേണം. അത് OTP ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ OBC, NCL അല്ലെങ്കിൽ SC, ST കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതത് കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഒപ്പം തന്നെ ക്ലാസ് 12 സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ അത് ഓൺലി ഫോർ റിപ്പീറ്റഡ് സ്റ്റുഡൻസ് ആണ്. സോ ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് 80% ഫേസ് കാണിക്കുന്ന രീതിയിലായിരിക്കണം. ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും ആയിരിക്കണം. JPG ഫോർമാറ്റ് 10 KB to 200 KB ആണ് ഫയൽ സൈസ് മാക്സിമം പറ്റുള്ളൂ. ഒപ്പം തന്നെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും ആവശ്യമായിട്ടുണ്ട്. JPG ഫോർമാറ്റ് 10 KB to 200 KB തന്നെയാണ് ഇവിടെ സൈസ് വരുന്നത്. ആൻഡ് നിങ്ങളുടെ സിഗ്നേച്ചർ വേണം. ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ വിത്ത് ബ്ലാക്ക് ഇങ്ക് ആണ് വരുന്നത്. JPG ഫോർമാറ്റ് 10 KB to 100 KB ആണ് ഫയൽ സൈസ് വരുന്നത്. തമ്പ് ഇംപ്രഷനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ്സ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ ആവശ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. JPG ഫോർമാറ്റ് 10 KB to 200 KB ആണ് വരുന്നത്. സോ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളുമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നത്. ഇനി നമ്മൾ ഫീ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ 1700 രൂപയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ജനറൽ EWSൽ വരുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ OBC, NCL വരുന്ന ആളാണെങ്കിലും 1600 രൂപയാണ് നിങ്ങൾ ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ അടയ്ക്കേണ്ടി വരുന്നത്. ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ അത് 9500 രൂപയാണ്. ഇനി SC, ST, PWD ഒപ്പം തന്നെ തേർഡ് ജെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് ഫീ ആയിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോം ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കൂടെ പ്രോസസിംഗ് ചാർജസ് ആൻഡ് GST അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ neet.nta.nic.in എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നീറ്റ് എക്സാം ഈ വരുന്ന മെയ് 3-ാം തീയതിയാണ് വൈകുന്നേരം 2 മണി മുതൽ 5 മണി വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കുന്നത് മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. താങ്ക് യു.